സ്വർഗത്തിലേക്ക് കടക്കണം. നരകമില്ലാത്ത ഒരു സ്വർഗം. ഞാനിപ്പോ 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു. എനിക്കൊരാൾ അയച്ചു തന്നതാണ്. ഉസ്താദേ ഇതൊന്ന് കാണണം. ഞാനത് കണ്ടു നോക്കുമ്പോ നഊദു ബില്ലാഹ് കുറെ ഒരു കല്യാണ വേദിയാണ്. ആ കല്യാണ വേദിയിൽ മുസ്ലിമീങ്ങളുടെ കല്യാണമാണ്. ആ കല്യാണത്തിന്റെ ആ സ്റ്റേജിലേക്ക് കുറെ ചെറുപ്പക്കാര് കടന്നു വരികയാണ്. കുറെ ചെറുപ്പക്കാര് വരുന്നു. അവരുടെ കോലം അവര് ഞാൻ കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. നഊദു ബില്ലാഹ് സ്ത്രീകളുടെ വേഷം ധരിച്ചിരിക്കുകയാണ്. പുരുഷന്മാരായ ആളുകൾ സ്ത്രീകളുടെ വേഷം എന്ന് മാത്രമല്ല, സ്ത്രീകൾ അവരുടെ ശരീരത്തിന്റെ വസ്ത്രത്തിന്റെ ഉള്ളിൽ ധരിക്കുന്ന വേറൊരു വസ്ത്രമുണ്ട്. പഴയ കാലങ്ങളിലൊക്കെ അത് മിടി എന്നൊക്കെ അതിന് പറയും. വസ്ത്രത്തിന്റെ ഉള്ളിൽ ധരിക്കുന്ന വേറെ ഒരു വസ്ത്രം. ഇപ്പൊ എന്താ അതിന് പേര് പറയാ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ഈ വസ്ത്രവും ഇട്ടിട്ട് സ്റ്റേജിലേക്ക് വന്നിട്ട് ഡാൻസ് കളിക്കുകയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, സുബ്ഹാനല്ലാഹ്, അവിടെ ആണത്വമുള്ള ഒരാളും ഇല്ലാതായി പോയല്ലോ. എന്തുമാത്രം വൃത്തികേടുകളാണ്. നമ്മളെല്ലാവരും ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ലഅനത്ത് വാങ്ങിയവരായി നമ്മൾ മരിച്ചു പോകരുതേ. ലഅന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല യൽബസു ലിബ്സതൽ മർഅതി വൽ മർഅത തൽബസു ലിബ്സതർ റജുലി. പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാര്, അവരെ രണ്ടുപേരെയും അല്ലാഹുവിന്റെ റസൂൽ ലഅനത്ത് ചെയ്തിട്ടുണ്ട്. വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ വിചാരിക്കുന്നതിൽ എന്താ ഉള്ളത് ഉസ്താദേ? എന്ത് പ്രശ്നമാണ്? ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ വസ്ത്രം ധരിച്ചാൽ എന്തിരിക്കുന്നു? ഒരു സ്ത്രീയുടെ വസ്ത്രം ഒരു പുരുഷൻ ധരിച്ചാൽ എന്തിരിക്കുന്നു എന്നാണെങ്കിൽ വിഷയം ചെറുതല്ല, ഗൗരവമുള്ളതാണ്, വളരെ ഗൗരവമേറിയതാണ്. എല്ലാ മുഅ്മിനീങ്ങളും സ്വർഗത്തിൽ കടക്കും. എല്ലാരും സ്വർഗത്തിൽ കടക്കും. മൂമിനായി മരിച്ച എല്ലാവരും സ്വർഗത്തിലാണ്. അവൻ നരകില്ലേ? ഉണ്ട്. തെറ്റുകൾ ചെയ്തിട്ട് അള്ളാഹു പുറത്തു തരാതെ മരണപ്പെട്ടു പോയ ആളാണെങ്കിൽ ആ ശിക്ഷ അയാൾ അനുഭവിക്കേണ്ടി വരും. കാലാവധി ഉണ്ടാകും നരകത്തിൽ. ഒരു കാലാവധി വരെ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും. നരകശിക്ഷ അനുഭവിച്ചിട്ട് അയാളുടെ നരകശിക്ഷയുടെ കാലാവധി കഴിയുമ്പോ അള്ളാഹു അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഇതിൽ യാതൊരു തർക്കമില്ല. ഒരാൾക്കും തർക്കില്ല, ഒരു ആലിമിനും തർക്കില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. എന്തായാലും മുഅ്മിനായി മരിച്ചാൽ അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. പക്ഷെ നരകത്തിൽ കടക്കൂലേ? ശിക്ഷയുടെ കാലാവധി വരെ നരകത്തിൽ കടക്കും. ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ അയാളെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ്, ഉസ്താദേ എന്നാൽ സാരില്ല, നരകത്തിലെ ശിക്ഷന്റെ കാലാവധി കഴിഞ്ഞിട്ടെങ്കിലും സ്വർഗത്തിൽ കടക്കുമല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ല, തെറ്റുകൾ ചെയ്താലും ജീവിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നരകത്തിലെ ഒരു ചെറിയ സെക്കൻഡ് പോലും നമുക്ക് അനുഭവിക്കാൻ കഴിയൂല. കത്തിക്കാളുന്ന നരകത്തിന്റെ അഗാധമായ ഗർത്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലാ. നരകമില്ലാത്ത ഒരു സ്വർഗം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നരകമില്ലാത്ത ഒരു സ്വർഗം ലഭിക്കണം. പക്ഷേ ലഅനത്ത് ലഭിച്ചവരെ ഒരു കാരണവശാലും അവര് സ്വർഗത്തിൽ കടക്കൂല. ഏതെങ്കിലും ഒരു തെറ്റ് അയാളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാലാവധി കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ കടക്കും. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഞാൻ നീട്ടുന്നില്ല, നിർത്തുകയാണ്. ഈ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഞാൻ പറയുന്നത്, ഒരാളുടെ തെറ്റിന്റെ കാലാവധി കഴിയുമ്പോ അയാളെ അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഒരു വിഭാഗം ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. അവരുടെ ശിക്ഷയുടെ കാലാവധി കഴിയില്ല. ആരാണ് ആ വിഭാഗം? അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ലഅനത്ത് ലഭിച്ചവരാണ്.
അല്ലാഹുവിന്റെ ലഅനത്ത് ലഭിച്ചവരെ, മുത്തു റസൂലുള്ളാഹിന്റെ ലഅനത്ത് ലഭിച്ചവരെ, അവർക്ക് സ്വർഗ്ഗം ഇല്ല. അവര് ഖാലിദീന ഫീഹാ, നരകത്തിൽ അവര് ശാശ്വതന്മാരാണ്. അപ്പോൾ ലഅനത്ത് ലഭിച്ചവരാരാണ്? അതാണ് ഇവിടെ നമ്മുടെ വിഷയം. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല യൽബസു ലിബ്സത്തൽ മർഅതി, അതേ പെണ്ണിന്റെ വസ്ത്രം ധരിക്കുന്ന പുരുഷനെ, വൽ മർഅത തൽബസു ലിബ്സത്തർ റജുലി, പെണ്ണിന്റെ വസ്ത്രം ധരിക്കുന്ന പുരുഷൻ, പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീ, ഇവരൊരിക്കലും സ്വർഗത്തിൽ കടക്കൂല. അവർക്ക് സ്വർഗമില്ല, അവര് നരകത്തിൽ ശാശ്വതന്മാരാണ്.